നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ചയല്ലായിരുന്നേ. അതിൻ്റെ ഒരു ചെറിയ മുടക്കിൻ്റെ ഒരു ഇതവിടെ ഉണ്ടായിരുന്നു, തിരക്കൂറുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടി ഇന്ന് ആൾക്കാർ, കണ്ടമാനം ആൾക്കാർ. ഇന്ന് രജിസ്റ്റർ നോക്കിയപ്പോൾ 78ഓളം നായ്ക്കൾ തന്നെ അവിടെ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് കാലത്ത്. ഞാൻ ചെന്നപ്പോൾ കറക്റ്റ് ടൈമിന് ചെന്നെത്തി. ഇത്രയും ഒരു വലിയൊരു ക്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-78 നായ്ക്കൾ വരുമ്പോൾ നിനക്കറിയാം, അവിടെ പലതരത്തിലുള്ള സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജോഡി നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ആൾ ഇന്നേക്ക് ഉഷാറായി. ഇന്നലെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അതായത് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇന്നലെ കാണിച്ചിരുന്നു. ഇന്നേക്ക് ഒന്നും കൂടി ആയി. കണ്ണിലൊക്കെ മഞ്ഞ നിറം മാറി, റെഡിഷ് കളർ വന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ആൾ ഉഷാറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇനി നമുക്ക് ഗുളികയിലേക്ക് പ്രവേശിക്കാമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരു ഗുളികയുടെ ലിസ്റ്റൊക്കെ തന്നു. അത് ഇന്ന് കുത്താനായിട്ട് വലിയൊരു എന്താ പറയുക, ഏകദേശം ഒരു 1200 രൂപയുടെ സാധനങ്ങളിന്ന് കയറ്റിയിട്ടുണ്ട് മേത്തേക്ക്. സാധനങ്ങളൊക്കെ ആയിട്ട്, ഇഞ്ചക്ഷനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ദിവസമല്ലേ. എന്നാൽ ഏറ്റവും രസകരമായിട്ട് സംഗതി, ഗുളികയ്ക്ക് ആകെ 42 രൂപയേ ഉള്ളൂ. ആ ഗുളിക മാറി ഇതിലേക്ക് മാറി രൂപ 1000 എടുക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഹാപ്പിയാണ് ഞാൻ. ജോലിയെ തിരിച്ച് കിട്ടി. എനിക്ക് ജോലി കിട്ടുന്ന സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിൻ്റെ കരളൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. അത് നോർമലി കുറച്ച് കഴിഞ്ഞ് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെള്ളു പനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. പട്ടണമേത്ത് ചെള്ളു കണ്ടു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കളയുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ജോലിക്കുട്ടി ഇപ്പം നല്ല ഉഷാറായി, നല്ല രസമായില്ലേ. ഇപ്പോൾ അതിൻ്റെ നിന്ന് കാലത്ത് വിട്ടപ്പോൾ എന്നെ ഓടി കൂട്ടിന്, അല്ലെങ്കിൽ ഓടാറൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഇരിക്കലേ പതിവുള്ളൂ. എൻ്റെ ഇപ്പം എന്നെ ഇങ്ങനെ പറ്റിയിരിക്കും. ഇതാണ് ഗുളികയുടെ ലിസ്റ്റ് കണ്ടത്. അധികമൊന്നുമില്ല, കുറച്ച് ഗുളികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്ററും വിഷുവും. അപ്പോൾ ഞങ്ങളിതിനെ തിരിച്ചു പോവാണ് കേട്ടോ.